ഹലോ എവരിവൺ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് യുകെയിലേക്ക് വന്നത്. അപ്പം അതിൻ്റെ വന്നതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ യുകെയിൽ വന്നത് എൻ്റെ വൈഫിൻ്റെ വിസയിലാണ്, അതായത് ഡിപ്പെൻഡൻറ്റ് വിസ അഥവാ സ്പൗസ് വിസയാണ് ഞാൻ വന്നത്. അപ്പം അതിൻ്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വേണമെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഇപ്പം ഡിപ്പെൻഡൻറ്റ് വിസ അല്ലെങ്കിൽ സ്പൗസ് വിസയിൽ യുകെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏറ്റവും ആദ്യമേ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഏജൻസി ത്രൂ ആയിട്ട് ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ കാര്യങ്ങൾ കുറച്ചുകൂടെ ഒരു എളുപ്പം ഫാസ്റ്റപ്പായിട്ട് നമുക്ക് തന്നെ അധികം തലവേദന കാര്യങ്ങളില്ലാത്ത രീതിയിൽ ചെയ്യാനായിട്ട് എന്തുകൊണ്ട് ഏജൻസി ആയിരിക്കും നല്ലത്. ഞാൻ ചെയ്ത ഏജൻസി എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ നേഴ്സ് ഫോഴ്സ് എന്ന് പറഞ്ഞ ഏജൻസി ത്രൂ ആണ്. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ നല്ല സർവീസായിരുന്നു അവരുടെ. എല്ലാ കാര്യത്തിനും ഇഞ്ച് ടു ഇഞ്ച് ചെറിയ കാര്യങ്ങൾ, ഡൗട്ട് കാര്യങ്ങളൊക്കെ വരെ അതിൻ്റെ ആയിട്ടുള്ള അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു, നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഏജൻസി ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ എനിക്ക് വന്നതിൻ്റെ ഫീസ് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസയുടെ ആപ്ലിക്കേഷൻ ഫീസായിട്ട് 30,000 രൂപ വന്നു. അതുപോലെ തന്നെ ഏജൻസി ഫീസായിട്ട് 5,000 രൂപ വന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി എന്തൊക്കെ ഡീറ്റെയിൽസ് ഏജൻസിനെ സമീപിക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ എന്തൊക്കെ സംഭവങ്ങൾ വേണമെന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യം നമുക്ക് മെഡിക്കലും വേണം, പിന്നെ PCC വേണം. മെഡിക്കലിനാണെങ്കിൽ ഞാനാണെങ്കിൽ അമൃതയിലാണ് പോയത്, എറണാകുളത്ത് അമൃതയിലാണ് പോയത്. അപ്പം അമൃതയിൽ വിളിച്ച് നമ്മൾ ഓൾറെഡി മുൻകൂട്ടി ബുക്ക് ചെയ്യുക, അപ്പോയിൻമെൻറ്റ് ഇങ്ങനെ ബുക്ക് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് മെഡിക്കലിന് പോവുക. മെഡിക്കലിന് ഒന്നുമില്ല, ജസ്റ്റ് ചെസ്റ്റ് എക്സ്റേ മാത്രമാണ് അവർ ചെക്ക് ചെയ്യണത്, അതായത് TBയുടെ ഉണ്ടോ എന്നുള്ളതിൻ്റെ ആ ഒരു എക്സ്റേ മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. പിന്നെ അന്ന് തന്നെ അല്ലെങ്കിൽ സെയിം ഡേ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അന്ന് മെഡിക്കലിൻ്റെ, അതായത് PCCയുടെ കാര്യത്തിന് അപ്പോയിൻമെൻറ്റ് എടുക്കാം. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. മോർണിംഗ് മെഡിക്കലിൻ്റെ ആയിരുന്നു, ഈവനിങ് PCCയുടെ ആയിരുന്നു. അതായത് ആലുവയിൽ വെച്ചായിരുന്നു PCCയുടെ അപ്പോയിൻമെൻറ്റ് ഞാൻ ബുക്ക് ചെയ്തായിരുന്നു. PCCയുടെ ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് പാസ്പോർട്ട് സേവ ഇതിൻ്റെ ആ ഒരു സൈറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ പാസ്പോർട്ടൊക്കെ എടുത്ത സമയത്ത് ഉണ്ടായിരുന്ന ആ സൈറ്റ് ഉണ്ടല്ലോ, ആ സെയിം അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അക്കൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും യൂസർ ID യോ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ, മെയിൽ ID ഓർമ്മയുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിൽ പാസ്വേഡ് ഓർമ്മയിലേക്ക് റീസെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ലോഗിൻ ചെയ്യാം. അപ്പോൾ അതിന് ശേഷമാണെങ്കിൽ അപ്ലൈ ഫോർ PCC എന്ന് കൊടുക്കുക. അതിൽ ഡോക്യുമെൻറ്റ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം അപ്പോയിൻമെൻറ്റ് എടുക്കുക, അതിൻ്റെ ഫീസ് അടയ്ക്കുക. അപ്പോൾ അതിനുശേഷം അതിൽ പറഞ്ഞേക്കുന്ന ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളായിട്ട് അവിടെ ചെല്ലുക. പാസ്പോർട്ട്, പിന്നെ ആധാറിൻ്റെ സംഭവങ്ങൾ, ഡിപ്പെൻഡൻറ്റ് വിസയുടെ ഇതിനായിട്ട് പോകുന്നതുകൊണ്ട് മാരേജിൻ്റെ സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അതായിട്ട് പോയി. എനിക്ക് അധികം ലേറ്റ് ആവാതെ തന്നെ ചെന്നു. ഒരു 2-3 ദിവസത്തിൽ തന്നെ പോലീസുകാരൻ PCC വെരിഫിക്കേഷനായിട്ട് വന്നു. ജസ്റ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് ചോദിച്ചു. വീട്ടിൽ വന്ന് അവർ വെരിഫൈ ചെയ്തു. അപ്പോൾ അതിനുശേഷം എൻ്റെ ഈ കാര്യങ്ങളെല്ലാം കൂടെ ആയിട്ട് അതിനുശേഷം പാസ്പോർട്ട് ഓഫീസിൽ നിന്നായിട്ട് PCCയുടെ ഒരു സർട്ടിഫിക്കറ്റായിട്ട് എനിക്ക് പോസ്റ്റലായിട്ട് വന്നു. അപ്പം അതിനുശേഷം ഞാൻ ഏജൻറ്റിനെ കോൺടാക്ട് ചെയ്തു. ഗ്ലോബൽ നേഴ്സ് ഫോഴ്സിൻ്റെ ഏജൻറ്റായിട്ടുള്ള റോബിൻ എന്ന് പറഞ്ഞ ചേട്ടനെ ഞാൻ കോൺടാക്ട് ചെയ്തു. അപ്പം ചേട്ടൻ ആദ്യമേ പറഞ്ഞായിരുന്നു അതിൻ്റെ വേണ്ട കാര്യങ്ങൾ, മെഡിക്കൽ, പിന്നെ PCC, പിന്നെ ഡിപ്പെൻഡൻറ്റ് വിസ ആകുമ്പോൾ വൈഫിൻ്റെ COS സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്, പിന്നെ BRP കാർഡ്. അന്ന് ആ സമയത്ത് BRP ആയിരുന്നു. ഇപ്പോൾ ഈ വിസയാണുള്ളത്. ഇപ്പോൾ ഈ വിസയുടെ ഷോ കോഡ് നിങ്ങൾക്ക് കാണിച്ചാൽ മതിയാവും. പിന്നെ BRPയുടെ ജസ്റ്റ് ഒരു കോപ്പിയും കൂടെ എടുത്തു വെച്ചോ, അത് നല്ലതായിരിക്കും. പിന്നെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ, ജോലിയുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ, പിന്നെ ഇത് ടെനൻസി എഗ്രിമെൻറ്റ്, അതായത് നമ്മൾ താമസിക്കുന്നതിൻ്റെ വൈഫ് താമസിക്കുന്നതിൻ്റെ വീടെടുത്തിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ആ എഗ്രിമെൻറ്റ് കാര്യങ്ങൾ, പിന്നെ വൈഫിൻ്റെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ്, ബാക്ക് പേജ്, വിസയുടെ ആ പേജ്, ഇത്രയും. പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ്, പിന്നെ മാരേജ് ഫോട്ടോ, പിന്നെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയായിട്ട് ആധാറിൻ്റെ സംഭവം, നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, വൈഫിൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പി വേണം, പിന്നെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ്. ഇത്രയും സംഭവങ്ങളാണ് വേണ്ടത്. ഇത്രയും സംഭവങ്ങൾ ഇവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇവർ അതിൻ്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം സംഭവമെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം, ടൈപ്പ് ചെയ്തെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഫോം മെയിൽ ചെയ്ത് വിടും. ചെക്ക് ചെയ്യാൻ എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാനായിട്ട് മെയിൽ ചെയ്ത് വിടും. എനിക്കത് ചെയ്തു. അപ്പോൾ അതിന് ശേഷം എറേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ വേറൊരു ആപ്ലിക്കേഷൻ ഫോം ആണെങ്കിൽ അവരൊരു
PDF ആയിട്ട് അയച്ചു തന്നു, അത് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അപ്പം അതിനുശേഷം BFSൽ ഇവർ തന്നെ അപ്പോയിൻമെൻ്റ് എടുത്തു. ഞാൻ ഏകദേശം ജനുവരി മാസം 3-ാം തീയതിയോ 4-ാം തീയതിയോടുകൂടി എൻ്റെ ആപ്ലിക്കേഷൻ അപ്ലൈയിങ് എല്ലാം കഴിഞ്ഞു. ഏകദേശം 10-ാം തീയതിയിലേക്ക് ജനുവരി 10 അവർ എനിക്ക് BFSൽ അപ്പോയിൻമെൻറ്റ് എടുത്തു. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ BFS ചെല്ലുമ്പം അവിടെ നിങ്ങൾക്ക് ഉച്ച കഴിഞ്ഞായിരിക്കും ടൈം വന്നിരിക്കുന്നത്. അപ്പോൾ അന്നേരം ചെന്ന് കഴിയുമ്പോൾ അവർ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിതുണ്ടാവും. 3000, 4000 രൂപ, 5000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയും. ആ ഫാസ്റ്റ് ട്രാക്ക് കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു ഉപകാരമൊന്നുമില്ല. കാരണം ഞാൻ ഏജൻസിക്കാരുമായിട്ട് അന്വേഷിച്ചപ്പോൾ രണ്ടിൻ്റെയും നമുക്ക് വിസ കിട്ടുന്ന സെയിം ടൈമിലാണ്. അന്നേരം എറണാകുളത്ത് ചെല്ലുന്ന സമയത്ത് BFSൻ്റെ പുറത്ത് കുറേ നേരം ക്യൂ നിൽക്കണ്ട എന്നുള്ള ഒരു ഉപകാരം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് പരിപാടി തീർത്ത് കിട്ടും. പിന്നെ അതിൻ്റെ ഇപ്പോൾ ഒരു സിമ്മും അവർ തരും, അത്രയാണ്. അല്ലാത്തതിന് പ്രത്യേകിച്ച് അങ്ങനെ എക്സ്ട്രാ ഒന്നും ഇത് കൊടുക്കേണ്ടതില്ല. അതായത് BFSലാകെ എനിക്ക് അടയ്ക്കേണ്ട വന്നത് എത്ര 1200 അങ്ങനെ എന്തോ സംതിങ് എമൗണ്ടാണ് കൊടുക്കുന്നുണ്ടോ വന്ന്. ഫാസ്റ്റ് ട്രാക്കിന് ഏകദേശം 4000, 5000 രൂപ എടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. അപ്പോൾ അത് കൊടുത്തു. അപ്പം നമ്മൾ BFS ചെല്ലുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് അവിടെ കൊടുത്തേച്ച് പോകണം. അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് ഈ ഏജൻസിക്കാരുടെയാണ് മെയിൽ ID ആണ് ഇവർക്ക് ഓൾറെഡി കൊടുക്കണത്, അതായത് ഇതിൻ്റെ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പം ഞാൻ ഏജൻസിക്കാരുടെ അടുത്ത് അന്വേഷിച്ചായിരുന്നു. ഏകദേശം ഒരു 14-15-ാം തീയതി ആയപ്പോഴേക്കും എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചായിരുന്നു. അപ്പം അവരതിനുശേഷം ഒരു 15-ാം തീയതി ആയപ്പോഴേക്കും എനിക്കൊരു മെയിൽ വന്നു, കൺഫർമേഷൻ വന്നു. അവർക്ക് മെയിൽ കിട്ടിയത് ഏജൻസിയിൽ നിന്ന് വിസ അപ്രൂവ്ഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു കൺഫർമേഷനായിട്ട് അവർക്ക് വന്നു. അപ്പോൾ അത് അവരെനിക്ക് അയച്ചു തന്നു. അപ്പം അതിനുശേഷം ഒരു 19-ാം തീയതി 20-ാം തീയതി ആയപ്പോഴേക്കും എനിക്കൊരു ഫോണിൽ മെസ്സേജ് വന്നു. BFSയിൽ നിന്നായിട്ട് എൻ്റെ പാസ്പോർട്ട് ബ്ലൂ ഡാർട്ട് വഴി കൊറിയറായിട്ട് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഏകദേശം ഒരു 23-24-ാം തീയതിക്കുള്ളിൽ എനിക്ക് എൻ്റെ പാസ്പോർട്ട് കിട്ടി, വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള പാസ്പോർട്ട് കിട്ടി. അപ്പം അങ്ങനെയാണ് എനിക്ക് ഉണ്ടായ കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഗ്ലോബൽ നേഴ്സ് ഫോഴ്സിലെ റോബിൻ ചേട്ടനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റോബിൻ ചേട്ടൻ്റെ നമ്പർ പിന്നെ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാനാണെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. പിന്നെ അതിന് ശേഷം ഞാൻ ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്നതിന് ശേഷം ഞാനന്ന് വന്ന് എമിഗ്രേഷനിൽ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ വേറെ വ്ളോഗിൽ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇമിഗ്രേഷനിൽ നല്ല തിരക്കുണ്ടായിരുന്നു പറഞ്ഞായിരുന്നു, സ്റ്റുഡൻസ് ഇൻടേക്ക് ആയതുകൊണ്ടായിരുന്നു. അപ്പം എമിഗ്രേഷനിൽ എൻ്റെ അടുത്ത് ഇവിടെ ചോദിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഹീത്രോയിൽ ഇവിടെ ലണ്ടനിൽ വന്ന എമിഗ്രേഷനിൽ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ട് ചോദിച്ചു. പാസ്പോർട്ടിൻ്റെ അകത്ത് വിസയുടെ ആ പേജ് കാണിച്ചു. പിന്നെ വൈഫിൻ്റെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് ചോദിച്ചു. വൈഫിൻ്റെ പാസ്പോർട്ടിലുള്ള വിസയുടെ ആ ഒരു പേജ് ചോദിച്ചു, അതിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി ടു ബാംഗ്ലൂർ ടു ഹീത്രോ ആയിരുന്നു വന്നത്. അപ്പം ബാംഗ്ലൂരിൽ നിന്നായിരുന്നു എനിക്ക് ശരിക്കും എമിഗ്രേഷൻ കാര്യങ്ങൾ. ബാംഗ്ലൂർ എമിഗ്രേഷനിൽ ജസ്റ്റ് പാസ്പോർട്ട് കൊടുത്തു. അപ്പോൾ അവർ ജസ്റ്റ് ഒരു ക്യാമറ നോക്കാൻ പറഞ്ഞു. ക്യാമറ നോക്കി അവർ ഫോട്ടോ എടുത്തു. എന്നിട്ട് പിന്നെ നേരെ സെക്യൂരിറ്റി ചെക്കിന് വിടുവായത്. ഇവിടെ ഹീത്രോയിൽ ഫോട്ടോ ഒന്നും എടുത്തില്ല, ജസ്റ്റ് ഫിംഗർ പ്രിൻ്റ് തമ്പ് വയ്ക്കാൻ മാത്രം പറഞ്ഞു. അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഡിപ്പെൻഡൻറ്റ് വിസയിൽ ഇതിൻ്റെ വേണ്ട വന്ന സാധനങ്ങളും ഇങ്ങനെയൊക്കെയാണ് ചെയ്ത പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, എന്നെക്കൊണ്ട് പറ്റുന്നതാണ് പറഞ്ഞു തരാം. അല്ലെങ്കിൽ ഇതിൻ്റെ റോബിൻ ചേട്ടൻ്റെ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. റോബിൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചേട്ടൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് us. Thank you so much. Bye bye. Take care.